നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എന്താ ഇത്? എങ്ങനെ ഇത് സംഭവിച്ചേ? എനിക്കറിയില്ല മാഡം. ആ ഡോക്ടർ, ജയശങ്കർ സാറിനെയും കൂട്ടി ഫാർമസി ഗോഡൌണിലേക്കൊന്ന് വരണം. ഒരു എമർജൻസി മാറ്റർ ഉണ്ട്. സർ, ഇതെങ്ങനെ സംഭവിച്ചു? രോഗികളുടെ ജീവൻ വെച്ചുള്ള കളിയല്ലേ ഇത്? നമ്മുടെ ഹോസ്പിറ്റലിനെ തകർക്കാൻ തന്നെ ആരൊക്കെയോ ചേർന്ന് ശ്രമിക്കുന്നുണ്ട്. ചെറിയ മീനുകളൊന്നുമല്ല, ബിഗ് ഷോട്ട്സ്. അവരെ കണ്ടെത്തണം, അല്ലെങ്കിൽ ഇല്ലാതാവുന്നത് പാവപ്പെട്ട മനുഷ്യരുടെ ജീവനുകളാണ്. സർ, നമുക്കൊരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്താലോ സർ? ഒരു കാര്യം ഉണ്ടാവില്ല. അവസാനം വാദി പ്രതിയായെന്ന് വരാം. അതുകൊണ്ട് ഓരോ ചുവടും ആലോചിച്ച് മതി. തൽക്കാലം ഇപ്പോൾ സ്റ്റോക്കിലുള്ള മെഡിസിൻസ് പേഷ്യൻസിന് കൊടുക്കണ്ട. എല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യണം. ദേവിക നേരിട്ട് നോക്കി ഓരോന്നായി ചെയ്യിക്കണം. പുതിയ ഓർഡറുകൾ നിരഞ്ജൻ കൊടുത്താൽ മതി. വേറെ ആരെയും ഇതിൽ തൽക്കാലം ഇടപെടിക്കണ്ട. ഓക്കെ സർ. ഫാർമസിയിലേക്കും ഗോഡൌണിലേക്കുള്ള പ്രവേശനം കർശനമായി റെസ്ട്രിക്റ്റ് ചെയ്യണം. നമ്മൾ അനുവദിച്ചിട്ടുള്ള സ്റ്റാഫുകൾ മാത്രം അങ്ങോട്ട് എൻ്റർ ചെയ്താൽ മതി. നിരഞ്ജൻ വരൂ, അർജന്റായി ചില തീരുമാനങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. ഫാർമസിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഗുരുതരമായ ക്രമക്കേടുകളെക്കുറിച്ച് ഫാർമസി ഇൻചാർജായ സുനിതയ്ക്ക് എന്താ പറയാനുള്ളത്? സർ, എനിക്കൊന്നും അറിയില്ല. ഇതുവരെ ഇവിടെ ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അതെ, പുതിയ ഭരണകർത്താക്കളും പരിഷ്കാരങ്ങളും ഒക്കെ തുടങ്ങിയ പിന്നെയാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതാണെന്ന് ഞാൻ കരുതുന്നില്ല. ദേവിക അത്ര ക്ലീനായി കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും ഇത് കണ്ടെത്താനായത്. ഉണ്ടാകുമായിരുന്ന വലിയൊരു ദുരന്തമാണ് ദേവികയുടെ ഇടപെടലിലൂടെ ഒഴിവായി പോയത്. സുനിതയ്ക്കുള്ള മെമ്മോ ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ എനിക്ക് കൃത്യവും വ്യക്തവുമായ മറുപടി കിട്ടണം. അതിനുശേഷം ഡിസിപ്ലിനറി ആക്ഷൻ ഉണ്ടാകും. സർ, ഞാൻ എത്ര വർഷമായി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നു. എന്റെ ഭാഗത്തുനിന്ന് ഇന്ന് വരെ ഒരു മിസ്റ്റേക്കും സംഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മെമ്മോ അയച്ചത്. അല്ലെങ്കിൽ ഒരു എക്സ്പ്ലനേഷൻ പോലും അവസരം തരാതെ നേരെ ഞാൻ ടെർമിനേറ്റ് ചെയ്തു. ഡോക്ടർ രാജീവിനുണ്ടായ ഒരു കയ്യബദ്ധമാണോ എന്നാണ് എൻ്റെ ഒരു സംശയം.
സഹോദരിയുടെ കല്യാണം നടത്താൻ തയ്യാറെടുക്കുന്ന രാജീവിന് കാശിന് ആവശ്യം. അതെന്നോട് പലതവണ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു. അല്ലേ രാജീവ്? മാഡം ഞാൻ ആ അപ്പൊ അത് തന്നെ കാര്യം. ദാരിദ്ര്യാണല്ലോ നമ്മളെ കള്ളന്മാരും കള്ളികളും ആക്കുന്നത്. ഇപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമായി കാണുമല്ലോ. ഇനി ആക്ഷനോ റിയാക്ഷനോ എന്താന്ന് വെച്ചാ കുറ്റക്കാർക്കെതിരെ എടുക്കാം. സുനിത വാ. ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ സർ. നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ശത്രുക്കൾ പ്രബലരാണ്. എല്ലാ ലൂപ്പോൾസും അടച്ചാണ് അവർ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഒരല്പം പേടി തട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒന്ന് ഒതുങ്ങും. ആ സമയം കൊണ്ട് നമുക്ക് കാര്യങ്ങളൊന്ന് ക്ലിയർ ചെയ്യാം. അതെ സർ, കൂടെ നിന്ന് ചതിക്കുന്നവരെയാ ആദ്യം കണ്ടെത്തേണ്ടത്. അവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയ പിന്നെ ഒന്നും പേടിക്കാനില്ല. എന്ത് ചെയ്താലും കുഴപ്പമില്ല സർ. പാവപ്പെട്ട രോഗികൾ കബളിപ്പിക്കപ്പെടരുത്. നമ്മളെ വിശ്വസിച്ച് ജീവനും വാരി പിടിച്ച് ഓടി വരുന്നവരെ വിറ്റ് കാശാക്കാൻ ഒരുത്തരെയും അനുവദിക്കരുത്. അതിന് കൂട്ടുനിൽക്കുന്നവർക്കും ശിക്ഷ കിട്ടണം. വേണം. ഞാൻ ആലോചിക്കട്ടെ. നടപടികൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങേണ്ടി വരുമോ എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചിന്ത. ഏത് പുതിയ കമ്പനികൾ, എന്ത് മരുന്നുകൾ? മാഡം, കടലാസ് കമ്പനികളും കടലാസ് പുലികളും ഒരുപാടുണ്ട് മരുന്ന് വ്യാപാര കേന്ദ്രങ്ങളിൽ, അല്ലെങ്കിൽ മരണ വ്യാപാര കേന്ദ്രങ്ങളിൽ. ഒരുപാട് വലിയ നെറുകടികൾക്കൊന്നും എനിക്ക് കൂട്ടു നിൽക്കാനാവില്ല. അത്തരം ലാഭങ്ങളും എനിക്ക് വേണ്ട. മാഡത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലാഭം ഇനി ആരും പൂട്ടുപൊളിക്കാത്ത ഭൂതകാലമാണ്. പക്ഷേ മഹാരഹസ്യങ്ങളുടെ കലവറയുടെ ഒരു സ്പെയർ കീ എൻ്റെ കയ്യിലുണ്ടെന്ന് മാഡം ഓർക്കണം. ശ്രുതിമോൾ വളർന്നു വരികയാണ്. ആ മഹാരഹസ്യവും. നീ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാണോ? അയ്യോ, എന്താ മാഡം അങ്ങനെ ചിന്തിക്കോ? ഞാൻ പണം സംസാരിക്കേണ്ടടുത്ത് പണം സംസാരിക്കണം. ഇന്ന് നമ്മൾ പണം ഉണ്ടാക്കിയില്ലെങ്കിൽ നാളെ വേറെ ആശുപത്രിക്കാരുണ്ടാക്കും. അവസരം എസ്കലേറ്റർ പോലെയാണ്. അരച്ചു നിന്നാൽ കയറാൻ പറ്റില്ല. കയറാൻ പറ്റിയ പെട്ടെന്ന് മുകളിലെത്താം. ഒരു കാര്യം പറഞ്ഞാൽ താനത് സീരിയസ് ആയിട്ട് എടുക്കണം. നിന്റെ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുമായിട്ടുള്ള ഡീലല്ലേ? യാ, എനിക്കതൊന്ന് ആലോചിക്കണം.